ആരോഗ്യമന്ത്രി വീണ ജോർജിന് പ്രതിഷേധത്തിനിടെ പരിക്കേറ്റുവെന്ന വാർത്തയെ ചൊല്ലിയുള്ള വിവാദം കേരള രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. മന്ത്രിയുടെ പരിക്കുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ രാഷ്ട്രീയ നാടകമാണെന്നും കള്ളക്കഥയാണെന്നും ആരോപിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തിയതോടെ വിഷയം അതിശക്തമായ തർക്കവിഷയമായി മാറി. പോലീസിന്റെ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലും മന്ത്രി സത്യത്തിൽ യാത്രയ്ക്ക് വേണ്ടി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ലിഫ്റ്റ് കയറി ഇടവഴിയിലൂടെ നടന്ന് താഴെ ലിഫ്റ്റ് ഇറങ്ങി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയ മന്ത്രി വീണ ജോർജ് പിന്നീടുണ്ടായ ബുദ്ധി ഉദിക്കലിന്റെ അടിസ്ഥാനത്തിൽ കുബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഒരു കള്ളക്കഥ സൃഷ്ടിച്ചുകൊണ്ടാണ് തനിക്ക് പരിക്കേറ്റു എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. മന്ത്രി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, ICUവിലാണെന്ന് പറഞ്ഞു, മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമെന്ന് പറഞ്ഞു. മന്ത്രിക്ക് പരിക്കേൽക്കുന്നതോ മന്ത്രിയുടെ പരിക്ക് എന്താണെന്ന്, കഴുത്തിന് ഓറലാകാം, പൊട്ടലാകാം, കരുവാളിപ്പാവാം, നീർക്കെട്ടാവാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സൂചന പോലും ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിനോ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുന്നതിനോ തയ്യാറായിട്ടില്ല. മന്ത്രി എവിടെ എന്ന് അറിയാത്ത സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യമന്ത്രി എവിടെ? ആരോഗ്യമന്ത്രി ആരോഗ്യവതിയാണോ? പരിയാരത്ത് നിന്ന് പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയി. ഈ കള്ളത്തരങ്ങൾ ഒന്നൊന്നായിട്ട് ലോകം അറിയുന്നതിനുള്ള ജാള്യതയായിരിക്കാം ഇത്തരത്തിലൊരു ഒളിച്ചോട്ടത്തിലേക്ക് എത്തിയത്. അതിനിടയിൽ കണ്ണൂർ DCC ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാര് അവരുടെ അണികൾക്ക് നിർദ്ദേശം നൽകിയ അക്രമങ്ങൾ, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കളവായ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട KSUവിന്റെ സജീവ പ്രവർത്തകന്റെ കോഴിക്കോട് വീടിന് നേരെ ബോംബേറ്, കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി വരുന്ന പേരാവൂരിലെ പരിപാടിക്ക് അവിടെ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് ഉൾപ്പെടെ എല്ലാ പ്രചരണ മെറ്റീരിയൽസും നശിപ്പിക്കുന്നു. ഓഫീസുകൾക്ക് നേരെ കയ്യേറ്റം, പ്രവർത്തകർക്കെതിരെ ആക്രമണം, വീടുകൾക്ക് നേരെ ബോംബാക്രമണം. ഇതെല്ലാം CPM അഴിച്ചുവിട്ടത് ഈ കള്ളപ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ കള്ളപ്രചരണങ്ങൾ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. മന്ത്രിയും CPM നേതൃത്വവും ഇതിലെ മാപ്പ് പറയുക തന്നെ വേണം. കേരളത്തെ കലാപകലുഷിതമാക്കാൻ നടത്തിയ ഈ കള്ളപ്രചരണത്തിൽ മന്ത്രിയും CPM നേതൃത്വവും കുറ്റം സമ്മതിച്ച് മാപ്പ് പറയണം. KSU പ്രവർത്തകർക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. മുഖ്യമന്ത്രി ഇത്തരം തെറ്റായ സംഭവങ്ങളെ ന്യായീകരിക്കുന്നതിന് പകരം തെറ്റ് തിരുത്താൻ കേരളത്തിലെ പോലീസ് തയ്യാറാകണം. ആരോഗ്യമന്ത്രി വ്യക്തിപരമായി ഗവൺമെന്റ് തലത്തിലും അതിന് നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് പരിക്കേറ്റുവെന്ന വാദം കേവലം കുബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചെടുത്ത ഒന്നാണെന്ന് സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തുന്നു. മന്ത്രിക്ക് പരിക്കേറ്റ സംഭവം സാധൂകരിക്കാൻ പോകുന്ന ഒരു ദൃശ്യവും തെളിവുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാധ്യമങ്ങളും പോലീസും സജീവമായിരുന്ന സ്ഥലത്ത് വെച്ച് ഇത്തരം ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ദൃശ്യങ്ങളിൽ പതിയാത്തത് സംശയാസ്പദമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ഭരണപരാജയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള CPMന്റെയും മന്ത്രിയുടെയും ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകൾ സംസ്ഥാനത്ത് കലാപ ആഹ്വാനം നടത്തുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. മന്ത്രിയെ ആക്രമിച്ചുവെന്ന് വരുത്തി തീർത്ത CPM പ്രവർത്തകരെ പ്രകോപിപ്പിക്കാനും അതുവഴി കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും CPM പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസുകൾക്കും പ്രവർത്തകർക്കും നേരെ ആക്രമണം നടത്തുകയാണെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികളും പക്ഷപാതപരമാണെന്ന ആക്ഷേപവും ശക്തമാണ്. തെളിവുകളില്ലാത്ത കള്ളക്കഥയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യുകയാണ് പോലീസ് ചെയ്യുന്നത്. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സർക്കാരിന്റെ ചട്ടുകമായി പ്രവർത്തിക്കാതെ പോലീസ് തെറ്റ് തിരുത്തണമെന്നും നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കള്ളക്കഥ മെനഞ്ഞ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച മന്ത്രിയും CPM നേതൃത്വം ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണമെന്നും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള കള്ളക്കേസുകൾ അടിയന്തരമായി പിൻവലിക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. സത്യസന്ധമായ വസ്തുതകൾ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം.